ഉണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒരു മനോഹരമായ സ്ഥലത്താണ്. അമ്പാട്ടുകടവ് എന്ന് പറയും. എന്നാൽ ഇവിടെ പെട്ടെന്ന് റോഡിൽ വെള്ളം ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ റോഡിലെല്ലാം വെള്ളം കയറി വാഹന ഗതാഗതം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടിച്ചാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇതുവഴി വരുന്നവരെ സൂക്ഷിക്കുക. കാരണം അവിടെ പഞ്ചായത്ത് മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലമാണ്. ഒരുപാട് അപകട മരണങ്ങളൊക്കെ നടന്നതാണ്. എന്നാൽ അതിനുള്ള മുന്നറിയിപ്പ് ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെ പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ പനച്ചിക്കാടും പുതുപ്പള്ളിയൊക്കെ അതിർത്തിയാണ്. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ കരുതുക. കാരണം രാത്രി കാലങ്ങളിൽ ആരും വാഹനമായിട്ട് ഇതിൽ വരരുത്. ഇപ്പം തന്നെ ഇവിടെ വെള്ളമുണ്ട്. ഇതുണ്ട്, എൻ്റെ ചുറ്റുമെല്ലാം മൊത്തം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെയുള്ള ഒരു മുന്നറിയിപ്പാണ് ഞാൻ പറയുന്നത്. കാരണം രാത്രിയിലൊക്കെ ചിലപ്പം വെള്ളം കൂടുതലായിരിക്കും. ഇപ്പം 2 വീലറൊക്കെ ആണെങ്കിലും കടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ഇവിടുത്തെ റോഡ് എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികൾ അധികാരികളുണ്ട് ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെ മുന്നറിയിപ്പ് ബോർഡുകളും ഒക്കെ അവിടെ ഒരു വടിച്ചു കെട്ടിയതാണെന്ന് പറഞ്ഞത്, വാഹനങ്ങൾ കടന്നു പോകാത്ത രീതിയിൽ. പക്ഷെ എന്നാലും വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ റോഡും കണ്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ആറും കൂടെ ഉണ്ട്. അത് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലപ്പം നിയന്ത്രണം ഒക്കെ വിട്ട് അതിലേക്ക് ഇറങ്ങും. ഇവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ ഈ കണ്ടത്തിലോട്ടൊക്കെ പോയി അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ ഈ അമ്പാട്ടുകടവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്കൊന്ന് പങ്കുവയ്ക്കാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 15, 16 വാർഡുകളിൽ കൂടി കടന്നു പോകുന്നതും പുതുപ്പള്ളി ഇരവിനല്ലൂർ പനച്ചിക്കാട് ക്ഷേത്രം റോഡാണിത്. ചിങ്ങവനത്തിനൊക്കെ പോകാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള റോഡാണ്. ഏറെക്കുറെ ഈ റോഡ് നിലവിൽ വന്നിട്ട് 40 വർഷത്തോളമായി. അതിൽ റോഡ് നവീകരണ പരിപാടികളൊക്കെ നടത്തി വീണ്ടും ഈ റോഡ് ടാർ ചെയ്ത് മനോഹരമാക്കിയപ്പോഴത്തേന് ഏറെക്കുറെ എന്നിട്ട് 30 വർഷത്തോളമായി. എന്നാൽ പുതുപ്പള്ളിയിൽ ഒരു മഴ പെയ്യുമ്പം തന്നെ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഈ റോഡിലിപ്പം വെള്ളം കയറിയിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായി. കാരണം കഴിഞ്ഞ ആ മഴക്കാലം ആരംഭിച്ചപ്പോഴത്തേന് ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഈ റോഡിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. അപ്പോൾ ഈ റോഡിന്റെ നടുഭാഗം നിങ്ങൾക്കറിയാം, അവിടെ കുറച്ച് കടകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഉയർന്നു നിൽക്കുന്നു. അതിന്റെ 2 സൈഡും താന്ന് കിടക്കുന്നു. അവിടെയാണ് വെള്ളക്കെട്ട്. 2 സൈഡിലും പാടശേഖരങ്ങളാണ്. ഇപ്പം ആ കാറ് പോയിട്ട് അവിടെ കടന്നു പോകത്തില്ലെന്നവർക്ക് തോന്നിയുകൊണ്ട് അവർ തിരിച്ചു വരികയാണ്. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് പോലും അവർ ഞങ്ങളോട് ചോദിച്ചില്ല, ഈ വഴിയെ കടന്നു പോകാൻ പറ്റുമെന്ന് പോലും ചോദിക്കാതെയാണ് അവർ പോയത്. അപ്പോൾ ഇത് മനോഹരമായ സ്ഥലം തന്നെയാണ്. ഇതിന് ഒരുപാട് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ആമ്പൽപ്പാടം ഒക്കെ ഉള്ളത് ഇവിടെയാണ്. ഒരുപാട് ആൾക്കാരാണ് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ അത് കാണുവാൻ വേണ്ടി വരുന്നത്. എന്നാൽ ഇത് നമ്മുടെ പഞ്ചായത്ത് ഈ സ്ഥലത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. പണ്ട് കാലത്ത് ഉമ്മൻചാണ്ടി സാർ MLA ആയിട്ടിരുന്ന സമയത്താണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് പറയാം. ആ സമയത്ത് ഇവിടെ ഇതുപോലെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായ സമയത്ത് ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടെ വിളിക്കുകയും അദ്ദേഹം ഇവിടെ വരികയും ഈ കാറ് കിടക്കുന്നിടം വരെ മണ്ണിട്ട് ഉയർത്തി ഈ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് അപ്പുറത്തോട്ട് ഫില്ലറയിൽ റോഡ് തീർക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഫില്ലറ അത് നല്ലൊരു കാഴ്ചപ്പാടാണ്. ഫില്ലറ റോഡ് തീർക്കുമ്പോഴത്തേന് അത് ആൾക്കാർക്ക് അതിന്റെ സൈഡിൽ കൈവരികളും ആൾക്കാർക്ക് നിൽക്കാനും കാണാനും എല്ലാ സൗകര്യങ്ങളും, അതോടൊപ്പം തന്നെ വെള്ളത്തിന് എന്ന് പറഞ്ഞാൽ 2 സൈഡിലും പാടശേഖരങ്ങളിൽ വെള്ളം തള്ളിപ്പോകണമെന്നുണ്ടെങ്കിൽ ഫില്ലർ ആകുമ്പോഴത്തേന് തടസ്സമില്ലാതെ വെള്ളം പോവുകയും ചെയ്യും, വാഹന ഗതാഗതം സുഗമമായി നടക്കുകയും ചെയ്യും. അത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ പിന്നീട് അതിന് എന്ത് സംഭവിച്ചെന്നാൽ പിന്നെ അതിനെപ്പറ്റി ആരും ഒരു നടപടിക്രമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. എന്നാലും ഞാനിത് അദ്ദേഹത്തിന്റെ മകനും പുതുപ്പള്ളി MLA ആയ ചാണ്ടിയുമ്മന്റെ ശ്രദ്ധയിലേക്കാണ് പെടുത്തുന്നത്. കാരണം നല്ല മനോഹരമായ സ്ഥലമാണ്. ഈ സ്ഥലത്തിന് നമ്മൾ കുറച്ച് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ പുതുപ്പള്ളിയിലെ ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് ഇത് മാറും. ഈ റോഡിന് നല്ല വീതിയുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. പക്ഷെ ഇത് ചെറുതായിട്ട് ടാർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ തോന്നും ചെറിയ വഴിയായിട്ട് തോന്നുമെങ്കിലും
അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അമ്പാട്ടുകടവിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. ഏറെക്കുറെ എനിക്ക് തോന്നുന്നു 2-3 വർഷമായുള്ളൂ അപകടങ്ങളൊന്നും ഇല്ലെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ നിരവധി വാഹനങ്ങൾ ഇവിടെ വെള്ളത്തിൽ പോകുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ കണ്ടത്തിൻ്റെ വെള്ളം കയറി കഴിയുമ്പോഴത്തേനെ കണ്ടവും അതുപോലെ റോഡുമായിട്ടുള്ള അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. പിന്നെ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പം പാലായിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കുമ്പോഴത്തേന് MC റോഡ് കാണിക്കുന്നത് ഈ റോഡാണ് കാണിക്കുന്നത്. അപ്പോഴത്തേന് അവരെല്ലാം ഇതുവഴിയാണ് കയറി വരുന്നത്. കൂടുതലും ചിങ്ങവനം പോകേണ്ടവർക്ക് എല്ലാം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് MC റോഡ് ചങ്ങനാശ്ശേരി അടിച്ചു കൊടുത്താൽ പോലും പുതുപ്പള്ളിയിൽ നിന്ന് കാണിക്കുന്ന ഈ റോഡാണ്. അപ്പം പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ വന്ന് അപകടത്തിൽപ്പെടുന്നത്. ഞാൻ ഏറെക്കുറെ ഇന്നലെ വൈകുന്നേരം പോയിട്ട് ഒരു 2-3 മണിക്കൂറോളം അവിടെ നിന്നു. എന്നാൽ നമ്മൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ നമ്മളവിടെ നിന്നാൽ പോലും നമ്മളോട് ചോദിക്കത്തില്ല ഇതിലെ കടന്നു പോകുന്നു. ചില ആൾക്കാർ മാത്രം ചോദിക്കുന്നുണ്ട്. അവർ വെള്ളത്തിലോട്ട് അങ്ങ് ഇറങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനായിരിക്കും അവർക്ക് ആ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്ന് അതുപോലെ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പല വാഹനങ്ങളും തിരിച്ചു വരുന്ന ഒരു കാഴ്ചയും കൂടെ ഞങ്ങൾ കണ്ട്. ഇതൊക്കെ അപകടം വിളിച്ചോതുകയാണ്. പിന്നെ ഈ റോഡിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അമിത ഭാരവുമായിട്ട് വരുന്ന ടോറസ് വാഹനങ്ങൾ. അതും ഇതുപോലെ അവരും ഈ MC റോഡ് ചിങ്ങവനം ആലപ്പുഴ സൈഡിലോട്ട് പോകുന്ന ടോറസുകൾ മുഴുവൻ കയറി വരുന്നത് ഈ റോഡിൽ കൂടെയാണ്. അപ്പോൾ ഈ റോഡിന്റെ 2 ഭാഗത്തും വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഇരുത്തിപ്പോയതാണ്. അതുകൊണ്ടാണ് അവിടെ വെള്ളം കയറുന്നത്. നമുക്ക് അവിടെ വരുമ്പം കാണാം റോഡിന്റെ അവസ്ഥ അറിയാം. 2 സൈഡും ആ നടുഭാഗം ആ കലുങ്കാണ് നടുക്ക് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി ഒരു കലുങ്ക് നേർത്തി. ആ കലുങ്കിന്റെ അവിടെ മാത്രം ഉയർന്നു നിൽക്കുന്നു. ബാക്കി 2 സ്ഥലങ്ങളും താന്നു പോയത് ഈ റോഡ് ഇരുത്തിപ്പോയത് കൊണ്ടാണ്. കാരണം ഈ റോഡൊക്കെ അന്ന് ചെയ്യുമ്പോൾ 10-40 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുമ്പോഴത്തേന് ഇതുപോലെയുള്ള വാഹനങ്ങൾ ഈ അമിത ടോറസ് ഇത്ര 20-26 വീലുള്ള വാഹനങ്ങളൊന്നും അന്നില്ല. അതുകൊണ്ട് അതനുസരിച്ചുള്ള കപ്പാസിറ്റിയിലാണ് റോഡ് ചെയ്തത്. അതുകൊണ്ട് ഈ റോഡ് അങ്ങ് ഇരുത്തിപ്പോയതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ വെള്ളക്കെട്ട്. ഒരു മഴ പെയ്താൽ തന്നെ ഈ പ്രദേശം മുങ്ങുന്ന ഒരവസ്ഥയാണ്. മറ്റ് നേരത്തെയൊക്കെ വെള്ളം കയറിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു. അതുപോലെ നമ്മുടെ പന്നിക്കോട്ട് പാലം, അതുപോലെ തന്നെ നമ്മുടെ പാറയ്ക്കടവ്, അവിടെയൊക്കെ ഇതുപോലെ വെള്ളക്കെട്ട് രൂക്ഷമായ സ്ഥലമായിരുന്നു. അതുപോലെ പുതുപ്പള്ളിയിലെ മിക്ക സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിരുന്നിടെല്ലാം ഒഴിവായെങ്കിലും ഈ സ്ഥലത്ത് ഒരു മഴ പെയ്യുമ്പം വെള്ളം കയറുകയാണ്. ഇത് കണ്ടോ, നമുക്ക് കാണാം വഴി ഏതാ കണ്ടം ഏതാന്ന് തിരിച്ചറിയാൻ മേലാത്ത പോലെ കിടക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ രാത്രിയിലെ അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ വലിയ പരിതാപകരമാണ്. കെട്ട് ഇവിടെ ഇത്രയും കെട്ടുണ്ടല്ലേ? അല്ലാതെ നിസ്സാരപ്പെട്ട സംഭവമല്ല. അങ്ങോട്ടും ഇവിടം വരെ ഉണ്ട്, അപ്പുറത്തോട്ട് ഇവിടെ വന്ന ഈ വഴിയുടെ വീതി കറക്റ്റ് സംഭവം അറിയണമെങ്കിൽ ഇത്രയും വീതിയുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ശ്രദ്ധിക്കത്തില്ല അല്ലേ? നമ്മള് പോസ്റ്റിലെ നോക്കുന്നേ ആ പോസ്റ്റും ആ ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഈ കെട്ടാണോ? ഇതല്ല കെട്ട്, അങ്ങോട്ട് മാറിയാ കെട്ട്. അപ്പുറം ഉണ്ടോ? ഇങ്ങനെ കണ്ടുവരും. ആ ആമ്പലം നിൽക്കുന്നില്ലേ, അത്ര അവിടുന്ന് വന്നിട്ട് ഈ വള്ളം കിടക്കുന്നതിന്റെ അങ്ങപ്പുറം സർവകുറ്റി ഉണ്ടോ? സർവകുറ്റി വഴിക്കകത്ത കിടക്കുന്നത്. സർവകുറ്റി കിടക്കുന്ന വഴിക്കകത്ത് അകത്ത് കയറ്റിയിട്ടിരിക്കുന്നത്. അതിന് അങ്ങാപ്പുറത്തായിട്ടാണ് കെട്ട്. ഈ സർവകുറ്റി കിടക്കുന്നല്ലേ? ചേട്ടൻ ഇതാണ് ഇതിന്റെ സർവകുറ്റി. ഈ സർവകുറ്റിയെന്ന് കെട്ട് പോയിരിക്കുന്നതാണ്. കണ്ടോ? അങ്ങോട്ട് കെട്ടുണ്ടല്ലേ? അപ്പൊ നല്ല വീതിയാ വഴിക്ക്. ഈ ടാറിങ് മാത്രം ഒതുങ്ങിപ്പോയോണ്ടാ വീതി ഒതുങ്ങിപ്പോയോണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയത്. അത്ര മെയിനായിട്ട് കിടക്കുന്ന വഴിയല്ലേ? അതെ അതെ അതെ. ആ മരം നിൽക്കുന്നത് നമ്മുടെ ഈ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ വീതിയുള്ള സ്ഥലം എന്ന് പറയുന്ന വഴി. അതെ സത്യം. പക്ഷെ ഇത്ര ആരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഇവിടുത്തെ വഴിയൊന്നും ആ വീതി ആർക്കും അറിയത്തില്ല. അതെ, ഇത് നല്ല ടൂറിസത്തിന് നല്ല ഭംഗിയാക്കാം അല്ലേ? 2 അമ്പലങ്ങളും ഈ പള്ളിയും പുതുപ്പള്ളി ഈ പറയുന്ന മണ്ണാടും എല്ലാം കിടക്കുന്നതുകൊണ്ട് ക്ഷേത്രങ്ങളെല്ലാം കിടക്കുന്നത് നല്ലൊരു ഇതല്ലേ. അതുപോലെ ഇവിടെ ഈ വഴിയൊക്കെ വികസിച്ച് കഴിഞ്ഞ സംഗതി ആയിക്കഴിഞ്ഞാണ്ട് ഈ സ്ഥലത്തെല്ലാം നല്ല ഒന്നാമത്തെ അതാണ്ട് ആ വീടിനൊക്കെ നല്ല അടിപൊളി. അതിന്റെ അകത്തൊക്കെ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉള്ളത് ഇന്ന് ഇടാഞ്ഞിട്ടാ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ വീട് പറഞ്ഞിട്ടില്ല. എല്ലാം പണിയാൻ താല്പര്യമുള്ള ആൾക്കാരും ഉണ്ട്. വഴി കിടക്കുന്നുണ്ട്. സാധനങ്ങളിലെ ആൾക്കാർക്ക് ഒന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈ അമ്പാട്ടുകടവ് പാലത്തിൻ്റെ ഒക്കെ മധ്യഭാഗത്താണ്. അപ്പോൾ ഒരു കാറ് വന്നതാണ്, അവർ പൊൻകുന്നത്തു നിന്ന് വന്നതാണ്, പരുത്തുംപാറയ്ക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേന് ആദ്യത്തെ വെള്ളക്കെട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ രാത്രിയിൽ അവരോട് പറഞ്ഞപ്പോഴത്തേന് അവർ അവിടെ വാഹനം ഇട്ട് തിരിക്കുകയാണ്. കാരണം വെള്ളം കൂടുതലാണ്, പരിചയമില്ലാത്ത ആൾക്കാരാണ്, അവരാദ്യമായിട്ടാണ് ഇതിലെ വരുന്നത്. അപ്പോൾ അവർ പോകാൻ തയ്യാറല്ല, അവർ തിരിച്ചു പൊക്കോളാന്നാണ് പറഞ്ഞത്.
അപ്പം ഇവിടെ പുതുപ്പള്ളിയിൽ ആമ്പൽ ഫെസ്റ്റ് ഒക്കെ നടത്തുന്നത് നമ്മുടെ ഈ സ്ഥലത്താണ്. അത് വരുന്ന ആളുകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി പുതുപ്പള്ളി ഇവിടെ നമ്മുടെ ഉദ്ഘാടനത്തിന്റെ ഫലകം ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം അന്നത്തെ PWD മിനിസ്റ്ററായ CT അഹമ്മദ് അലി അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഉമ്മൻചാണ്ടി സാറ് MLA ആണ്. അന്ന് രമേശ് ചെന്നിത്തല അടക്കം MP ആയിട്ടിരുന്ന രമേശ് ചെന്നിത്തല അടക്കം ഇവിടെ പങ്കെടുത്തതാണ്. 1996 ഇതിന്റെ റോഡിന്റെ ഉദ്ഘാടനം നടന്നത്. ഈ ഫലകം മുകളിലോട്ട് മാറ്റി സ്ഥാപിച്ചാണ്. ആദ്യം ഇരുന്നത് ഇവിടെയായിരുന്നു. ഇവിടെ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ടോറസ് ഒക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് കണ്ട് അവർക്ക് പിന്നെ റിവേഴ്സ് എടുത്ത് പോകാൻ തന്നെ ഇവിടെ തിരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് ഈ ഭാഗത്തും അപകടം ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിന്റെ അവസ്ഥ അറിയാതെ ഒരുപാട് ആൾക്കാർ രാത്രിയിലും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരുമില്ല, ഒന്ന് ചോദിക്കാനൊന്നും ആരുമില്ല. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഒരു ക്യാമറ ഇവിടെയുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് അത് വർക്കല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ സംവിധാനങ്ങളൊന്നും പഞ്ചായത്തിൽ കിട്ടുന്നില്ല. അപ്പം ഈ ക്യാമറ 18 ക്യാമറകളും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലുണ്ട്. അതാത് വാർഡിലെ മെമ്പർമാരുമായിട്ട് ഫോണിൽ അത് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവിടുത്തെ കാര്യങ്ങളും ഒക്കെ നിരീക്ഷിക്കാൻ പറ്റും. പഞ്ചായത്തിൽ അത് ആരും ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയാണ്. ഈ റോഡിലൊരു മുന്നറിയിപ്പ് ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം ഇതിന് തൊട്ട് താഴെ 3-4 വീടുള്ളത് കൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർക്കും വാഹനങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇത് മിക്കവരും ഇത് ശ്രദ്ധിക്കാറില്ല. ഈ മുന്നറിയിപ്പ് ബോർഡ് ആരും ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്. താഴേന്ന് കയറി വരുമ്പം പുതുപ്പള്ളിയിൽ നിന്ന് വരുമ്പം വലത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ദിശാ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് പാറയ്ക്കടവിലേക്ക് പോകാം. അതിലെ പോയ വെള്ളത്തിൻ്റെ ശല്യമില്ലാതെ ആൾക്കാർക്ക് പരുത്തുംപാറയ്ക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അധികാരികൾ ഇത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു.